എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിന്റെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ? അങ്ങനെ നാളത്തെ പ്രമോ വിശേഷത്തെ നമ്മൾ കാണുന്ന പ്രകാശിനെ അടിച്ചിറക്കുവാണ് വീട്ടിൽ നിന്ന് ദീപ. അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ നമ്മൾ ഇത്രയും നാൾ കാണാതിരുന്ന പുതിയൊരാളും കൂടെ രംഗപ്രവേശം ചെയ്യാണ്. ഒരു പുതിയൊരു നായികയും കൂടെ എത്തുന്നുണ്ട്. അപ്പൊ പ്രകാശിന്റെ ശത്രുവാണോ മിത്രമാണോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം കേട്ടോ. അപ്പൊ ഇന്ന് തന്നെ നമ്മൾ കണ്ടു എങ്ങനെയാലും ഒരു ജോലി കിട്ടിയാൽ മതിയാവുള്ളൂ. ജോലിയേക്കാൾ അത്യാവശ്യമായിട്ട് കല്യാണിയെ തകർക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അവളുടെ സിമ്പതി പിടിച്ചു പറ്റുക. എങ്ങനെയാലും ഒരു ജോലിക്കായിട്ട് അവളുടെ അടുത്ത് കമ്പനി കയറുവാണെങ്കിൽ തനിക്ക് അവളെ തകർക്കാനായിട്ട് പറ്റും, തൻ്റെ മോനെ രക്ഷിക്കാനായിട്ട് പറ്റും. അത് മാത്രമായിരുന്നു പ്രകാശന്റെ ചിന്ത. അങ്ങനെ പ്രകാശൻ നേരെ കല്യാണിന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. ഈ സമയത്ത് ദീപയാണ് വന്ന് കഥ തുറക്കുന്നത്. പ്രകാശനെ കണ്ടു കഴിഞ്ഞപ്പം ദീപ പറഞ്ഞു, മോളെ വിഷതണ്ടി വന്നാന്ന് തോന്നുന്നു, ഒരു കാര്യം ചെയ്യാം, വല്ല 10-100 രൂപയൊക്കെ എടുത്ത് കൊടുക്കാൻ പറയാണ്. ഇത് കേട്ട പ്രകാശം പറഞ്ഞു, ഞാനേ 10-100 രൂപയ്ക്ക് വേണ്ടി വന്നല്ലെന്ന് പറയണം. പിന്നെ എന്തിനായിരിക്കും പോലും മഹാൻ ഇങ്ങോട്ട് വന്നത്? ഇവിടെ നിങ്ങളുടെ ആരും ഇല്ലല്ലോ എന്ന് പറയാം. അല്ല, ഞാൻ മോളെ എന്ന് കാണാൻ വേണ്ടി. ആരുടെ മോളെ? നിങ്ങളുടെ മോളൊന്നും ഇവിടെ ഇല്ലല്ലോ. നിങ്ങൾക്ക് മോൾ ഇവിടെ ഉണ്ടോയെന്ന് ചോദിക്കുക. നിങ്ങൾക്ക് ആകെപ്പാടെ ഒരു മോൻ മാത്രമല്ലേ ഉള്ളൂ. പിന്നെ ഇതെന്റെ മോള് കല്യാണിയാണ്. അത് നിങ്ങളുടെ അല്ലെന്നല്ലേ പറഞ്ഞേ. പിന്നെ നിങ്ങൾ എന്തിനാ മോളെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നേക്കണമെന്ന് ചോദിക്കുക. അതെ, ശവത്തെ കുത്തല്ലേ ദേവേ, ഈ സമയത്ത് ഇങ്ങനെയൊന്നും പറയില്ലേ. ഈ സമയത്ത് തന്നെ ഞാൻ ഇങ്ങനെ പറയും. പിന്നീട് കല്യാണമായിട്ട് പറഞ്ഞു, എനിക്ക് മോളുടെ ഒരു കാര്യം സംസാരിക്കാനുണ്ട്. ഞാനിപ്പോൾ പൈസയ്ക്ക് വേണ്ടി വന്നതല്ല, എനിക്കൊരു ജോലി വേണം. ഇവിടെ ഒരു ഡ്രൈവറുടെ ഒഴിവുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു കമ്പനിയിൽ. അപ്പോൾ ആ ഡ്രൈവർ പോസ്റ്റിലേക്ക് എന്നെ നിയമിക്കണം. എനിക്ക് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. ഇനിയിപ്പോൾ വർക്ക്ഷോപ്പിൽ പോയി പഴയതുപോലെ ജോലിയൊന്നും എടുക്കാൻ പറ്റില്ല. 2 അറ്റാക്ക് കഴിഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ കട്ടിയുള്ള ജോലികളൊന്നും എടുക്കരുതെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. വേറെ നിവൃത്തിയില്ല. അമ്മയാണെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ പാത്രം കഴുകാൻ പോവാ. അങ്ങനെ ഇപ്പം കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ. അമ്മയ്ക്കാണെങ്കിലും എത്ര നാൾ എങ്ങനെ പണിയാൻ പോകാൻ പറ്റും? അതുകൊണ്ടാ, വേറെ നിവൃത്തി ഇല്ലാത്തോണ്ടാന്ന് പറയാം. പെട്ടെന്ന് തീ പറഞ്ഞു, കൊള്ളാലോ, മോഹം കൊള്ളാലേ. പക്ഷെ ഇതൊരിക്കലും ഇവിടെ നടക്കാൻ പോകുന്ന കാര്യമല്ല. നിങ്ങൾക്ക് ഇനിയിപ്പം മക്കളുടെ ചെലവിൽ കഴിയണം പോലും അതൊരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല. കാരണം എന്താണെന്നറിയോ? നിങ്ങൾ ആയ കാലത്ത് സ്നേഹിച്ചിട്ടില്ല മക്കളെ. കല്യാണിനെ കാദംബരിനെ ഒന്നും സ്നേഹിച്ചിട്ടില്ല. പിന്നെ നിങ്ങൾ എന്തിനാ ഇപ്പം മക്കളുടെ പേരും പറഞ്ഞ് ജോലി അന്വേഷിച്ച് വന്നിരിക്കുന്നത്? മേലാൽ ഇവിടെ കണ്ടുപോയേക്കല്ല, കടന്നു പോകാൻ പറയാണ്. ഇത് കേട്ടതും നല്ല ദേഷ്യം വന്നു പ്രകാശന്. പക്ഷെ ഇവിടെ സമീപനം പാലിക്കണം. ഇവിടെ ദേഷ്യപ്പെട്ട് കാര്യമില്ല. കല്യാണിന്റെ സിമ്പതി പിടിച്ചു പറ്റുമോ ഇവിടെ ചെയ്യേണ്ടത്. പിന്നീട് പ്രകാശൻ പറഞ്ഞു, വന്ന് ചോദിച്ചാൽ ഒരു ഒഴിവുണ്ടെന്ന് പറഞ്ഞ് വന്നതാണ്. അപ്പൊ അത് കിട്ടുമെന്ന് ഓർത്ത് വന്നതാണ്. ഇനിയിപ്പൊ തെറ്റായി പോയെങ്കിൽ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് പ്രകാശൻ അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ഈ സമയത്ത് കല്യാണി പറഞ്ഞു, വേണ്ടായിരുന്നമ്മേ, അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു. എന്താ മോളെ അങ്ങനെ പറഞ്ഞാല്? എന്തിനാ വന്നേന്നറിയാവോ? ഒരു മിക്കവാറും എന്തായാലും പാര പണിയാനായിട്ടായിരിക്കും വന്നത്. പുതിയ തന്ത്രമായിട്ടായിരിക്കും വന്നിരിക്കുന്നത്, മോളെ തകർക്കാനായിട്ടുള്ള. പക്ഷെ ഒരിക്കലും ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അതിന് സമ്മതിക്കത്തില്ല. കമ്പനിയിൽ പുതിയ ജോലി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അടിവേരോട് കൂടി നമ്മളെ പിഴുതെറിയാൻ പാകത്തിനായിരിക്കും അങ്ങേരി വരുന്നത്. ഇത്രയും കാലമായിട്ട് മോളുടെ അച്ഛനെ പഠിച്ചിട്ടില്ലേ? എനിക്കറിയാം അങ്ങയുടെ സ്വഭാവം. കുറെ കാലം ഞാൻ അങ്ങേരുടെ ഒപ്പം ജീവിച്ചല്ലേ. മോൾക്ക് സിമ്പതി കൂടും, അതുകൊണ്ടാണ് മോളുടെ പ്രശ്നം. ഇനിയിപ്പോൾ അയാൾ വേറെ അടവും പറഞ്ഞുകൊണ്ട് വരും. ഒരു കാരണവശാലും അതൊന്നും നടത്തി കൊടുക്കരുതെന്ന് പറയാണ്. അയാൾക്ക് വേണമെങ്കിൽ പൈസ വേണേൽ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ മോൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കുറച്ച് കൊടുത്താൽ മതി. അല്ലാതെ കമ്പനിയിലൊന്നും ജോലി കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. അയാൾ വന്നാൽ നല്ല ഉദ്ദേശത്തോടുകൂടി അല്ലെന്നറിയാം. ഇപ്പം മകൻ ജയിലിലുണ്ടല്ലോ, രാജകുമാരനായിട്ട് വളർത്തുമെന്നും പറഞ്ഞ് അവനെ എങ്ങനെയാലും ജയിലിൽ നിന്ന് ഇറക്കണം. അത് മാത്രം അയാളുടെ ഉദ്ദേശം. അല്ലെങ്കിൽ അയാൾ അന്നും അതെ, നിന്നെ എന്നെ ഒന്നും ആരും സ്നേഹിച്ചിട്ടില്ല. അയാൾ സ്നേഹിച്ചിരിക്കുന്ന അയാളുടെ മോനെ മാത്രം സ്നേഹിച്ചിട്ടുള്ളൂ എന്ന് പറയാം. തകർന്ന മനസ്സോടുകൂടിയാ പ്രകാശൻ അവിടെ നിന്ന് ഇറങ്ങുന്നത്. പ്രകാശൻ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ലായിരുന്നത്. അങ്ങനെ ചെന്ന് താൻ കരഞ്ഞു പറഞ്ഞു കഴിയുമ്പോൾ ഒരുപക്ഷെ കല്യാണിന്റെ മനസ്സലിയെന്നൊക്കെ ഓർത്താ ചെന്നേ. പക്ഷെ മനസ്സലിഞ്ഞാനും തന്റെ ഭാര്യ എന്ന് പറഞ്ഞ വൃത്തികെട്ടോളം അവിടെ ഉള്ളതുകൊണ്ടാ. അല്ലെങ്കിൽ ഒരു പക്ഷെ കല്യാണി എന്തിനേലും സമ്മതിച്ചാനും. അങ്ങനെ ഒരു ചിന്തയൊക്കെ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ പ്രകാശം പോയി കഴിഞ്ഞിട്ട് കല്യാണി മുറിയിലേക്ക് ചെല്ലുവാണ്. മുറിയിൽ ചെല്ലുമ്പോൾ കിരൺ ഉണ്ടായിരുന്നു ഇവിടെ. കിരൺ ചോദിച്ചാൽ, ആരാ കല്യാണി, ആരാ വന്നേന്ന് ചോദിക്കുകയാണ്. പിന്നീട് പ്രകാശം വന്ന കാര്യത്തെക്കുറിച്ചൊക്കെ പറയാ. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ കിരൺ പറഞ്ഞു, ഓഹോ, നീ എന്നിട്ട് എന്ത് പറഞ്ഞു? ഞാൻ എന്ത് പറയാനാ, അമ്മ ഇവിടെ നാട്ടി ഇറക്കി വിട്ടെന്ന് പറയാം. അതൊരു കണക്കിന് നല്ല കാര്യം തന്നെയാ. നിന്റെ അച്ഛനല്ലേ എത്ര ഉപകാരം ചെയ്തെന്ന് പറഞ്ഞാലും തിരിച്ചു കൊത്തുന്ന സൈസാ. ഇപ്പൊ ഇങ്ങനെ ഈ വരവിന്റെ പിന്നില് വേറെ എന്തോ ഒരു ഉദ്ദേശമുണ്ട്. അതെന്താന്ന് പോലും നമുക്കറിയത്തില്ല. അതെന്തൊന്നും ആവശ്യമില്ല കല്യാണി. ഒരു വട്ടമല്ല, പല വട്ടം നിന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ച അയാള് കമ്പനിയിലും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ മിക്കവാറും നിന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കും. അതിനേക്കാളും വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പൊ നിനക്ക് എപ്പോഴേലും എന്തെങ്കിലും സഹായിക്കണം തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് സഹായിച്ചാൽ മാത്രം മതി എന്ന് പറയാം. കല്യാണി പറഞ്ഞ, അമ്മ ഇത് തന്നെയാ പറയണേ. എനിക്കെന്തോ മനസ്സിന് വല്ലാത്തൊരു ബുദ്ധിമുട്ട് വന്നുണ്ട് കിരണേട്ടാന്ന് പറയണേ. എപ്പോഴും നിന്റെ ഈ മനസ്സിലുവാ നിനക്ക് പ്രശ്നമായി തീരുന്നേ. നീ ഇങ്ങനെ എല്ലാവരോടും കരുണ കാണിക്കും. പക്ഷെ നീ കരുണ കാണിക്കുന്നവരൊക്കെ നിന്നെ തിരിച്ച് നിന്നോട് അങ്ങനെ പെരുമാറണമെന്നില്ല.
ഇതൊക്കെ ഞാൻ ഇനിയും പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ കല്യാണി? നിനക്ക് എത്ര അനുഭവങ്ങളുള്ള, ഒന്നല്ല പല വട്ടം നിനക്ക് അനുഭവങ്ങളുള്ളതല്ലേ എന്ന് ചോദിക്കുകയാണ്. പിന്നീട് കല്യാണി കൂടുതലായിട്ടൊന്നും പറയാൻ പോയില്ല. എന്നാലും മനസ്സിലൊരു വേദനയൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് പ്രകാശൻ തകർന്ന മനസ്സോടെ അങ്ങോട്ട് ഇറങ്ങിപ്പോന്നേ. ഈ സമയം ഇത് അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഭാനുമതിയമ്മ ഉണ്ട്. ഭാനുമതിയമ്മ അങ്ങോട്ട് വരുവാണ്. പ്രകാശനോട് ചോദിച്ചു, പ്രകാശ നീ എന്താ ഇവിടെയെന്ന് ചോദിക്കുകയാണ്. അല്ലമ്മേ, ഞാനൊരു ജോലി കിട്ടുമോന്ന് അറിയാൻ വേണ്ടി. ജോലി കിട്ടാനാ? അതെ, അവിടെ ഡ്രൈവർ വേക്കൻസി ഉണ്ടായിരുന്നു, അത് കിട്ടുമോന്ന് അറിയാൻ വേണ്ടി പോയതാ. എന്നിട്ട് എന്ത് പറഞ്ഞവള്? അവള് കല്യാണി ഒന്നും പറഞ്ഞില്ല, പക്ഷെ അവളുണ്ടല്ല ദീപ, അവളാണ് എൻ്റെ ഭാര്യ എന്ന് പറയുന്ന അവളാ എന്നെ ഇവിടെ നാട്ടി ഇറക്കി വിട്ടത് പോലും. ഓഹോ, അവൾക്ക് അത്ര അഹങ്കാരം അല്ലേ? ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് അവളെ. നീ ധൈര്യമായിട്ട് പൊക്കോ മോനെ. ഒന്നുമല്ല, ഞാനിവിടെ പാത്രം കഴിയാനുള്ള നിന്നെ നോക്കുന്നില്ലേ? ഇനി ഇവളുടെയൊക്കെ കീഴ് വന്നിടം ജോലി ചെയ്യേണ്ട ആവശ്യം നിനക്കുണ്ടോ? നീ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നീ ധൈര്യമായിട്ട് പൊക്കോളം പ്രകാശനെ പറഞ്ഞു വിടുവാണ്. പിന്നീട് ഭാനുമതിയമ്മ അങ്ങോട്ട് വരുവാണ്. വന്നു കഴിഞ്ഞപ്പോൾ ദീപം അങ്ങോട്ട് ഇറങ്ങിച്ചു, എന്താ എന്ത് വേണമെന്ന് ചോദിക്കണം. നീ ഉണ്ടല്ലോ, നീ കൂടുതൽ അഹങ്കരിക്കണ്ട. ഇപ്പോഴിവിടെ നിന്ന് ഇറക്കി വിട്ട ആരെയാണെന്നറിയോ? എൻ്റെ മോനെ നീ ഇവിടെ നിന്ന് അടിച്ചിറക്കിയത്. ഇതിന് ഞാൻ ക്ഷമിക്കില്ല. ഞാൻ ക്ഷമിച്ചാലും ദൈവം നിന്നോട് ക്ഷമിക്കാൻ പോകുന്നില്ലടി. ഇത് കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ദീപയ്ക്ക് ചിരിയാ വന്നേ. കാരണം എന്താണെന്നറിയോ? അവന് വയ്യാത്ത, എന്നിട്ടും അവനൊരു കരുണ പോലും നീ കാണിച്ചില്ല. ഒരു കാര്യം നീ ഓർത്തോ, നിനക്ക് ഇനി ആയുസ് ബാക്കിയുണ്ട്. ആയുസ് ബാക്കിയുള്ളത് നീ പല കാഴ്ചകൾ കാണുകയും കേൾക്കുകയും ചെയ്യും. ഇത് മാത്രമല്ല, നീ എനിക്കറിയാൻ പോകുന്നുള്ളൂ. തീ പറഞ്ഞ് കൂടുതൽ കിടന്ന് വർത്താനം പറയാൻ നിങ്ങൾ നിങ്ങളുടെ ജോലി പോയി ചെയ്യുക. നിങ്ങൾ അപ്പുറത്ത് വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമല്ലേ, നിങ്ങൾ അങ്ങോട്ടേയല്ലേ. ഇനി നിങ്ങളുടെ മകനെ നോക്കണമെങ്കിൽ കൊച്ചുമാനെ ചെലിയിൽ നിറക്കുന്ന പൈസ വേണ്ടേ? അവിടെ പോയി കിടന്ന് പാത്രം കഴുകാൻ പറയാണ്. അതേടി, നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്കറിയാം. നീ ഇതിനെ അനുഭവിക്കുമെന്ന് പറയാം. ഞാൻ അനുഭവിച്ചോട്ടെ, എനിക്ക് കുഴപ്പമില്ല. നിങ്ങളുടെ മകന്റെ കൂടെ ജീവിച്ചതിന് അത്ര ഇനി ഒന്നും ഞാൻ അനുഭവിക്കാൻ പോകുന്നില്ല. ആ സമയത്ത് ഞാനവിടെ കിടന്ന് കഷ്ടപ്പെട്ട എന്താന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ. ഇനി ഞാൻ കൂടുതൽ പറയണ്ടല്ലോ എന്ന് പറയാം. ഭാനുമതിയമ്മയുടെ മിണ്ടാട്ടം മുട്ടിപ്പോയി. പിന്നീട് ഭാനുമതിയമ്മ പറഞ്ഞു, ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഒരു ദിവസം എൻ്റെ കൊച്ചുമാൻ ഇറങ്ങും, ഞങ്ങൾക്ക് ഒരു ദിവസം നല്ല കാലം വരൂടി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവാണ് ദേഷ്യപ്പെട്ട്. പിന്നീട് കാണിക്കുന്ന ബാലണ്ണന്റെ അടുത്തേക്ക് ഒരു ചെറുപ്പക്കാരി സ്ത്രീ വരുന്നുണ്ട്. ആ സ്ത്രീ വന്നിട്ട് ഇവിടെ വാടകയ്ക്ക് വീട് കിട്ടുമോന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം ചോദിച്ചു കഴിയുമ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ ഇവിടെ ഒരു ബിസിനസ്സുമായിട്ട് വന്നതാണ്. അപ്പം അതുകൊണ്ട് കുറച്ചാളോട് താമസിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരു വാടകയ്ക്ക് വീടൊക്കെ വേണം. അപ്പം അതേക്കുറിച്ച് അന്വേഷിച്ച് വന്നതെന്ന് പറയണം. പിന്നീട് ബാലൻ പറഞ്ഞു, ഞാനൊന്ന് അന്വേഷിക്കട്ടെ, അന്വേഷിച്ച ശേഷം ഉണ്ടെങ്കിൽ പറയാന്നൊക്കെ പറയാണ്. അങ്ങനെ അവർ തിരിച്ചു പോവാണ്. അപ്പം പ്രകാശനെ കുറിച്ചൊക്കെ ചോദിച്ചായിരുന്നു. അപ്പം ബാലനെ ഓർക്കുകയും ചെയ്തു, ഇതാരെ പ്രകാശനെ കുറിച്ചൊക്കെ ചോദിക്കണമെങ്കിൽ ഇതാരെ പോലും എന്നൊക്കെ അവരെ ബാലന്റെ മനസ്സിലുണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ പോയി കഴിഞ്ഞപ്പോഴത്തേനും പ്രകാശൻ അതിലൂടെ വരുന്നത്. ആ പ്രകാശനെ കണ്ടതും പെട്ടെന്ന് ബാലൻ അങ്ങോട്ട് വരുവാണ്. അല്ല പ്രകാശ, നീ ഇത് എവിടെ പോയതായിരുന്നു ചോദിക്കണം. അതെ, ഞാൻ എന്തെങ്കിലും ഒരു ജോലി കിട്ടുമോന്ന് അറിയാൻ വേണ്ടി പോയതാ. നീ കുറച്ചു മുമ്പ് വരേണ്ടതായിരുന്നു അറിയാം. എന്താ? അതെ, ഇവിടെ ഒരു സ്ത്രീ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ചെറുപ്പക്കാരി, അതി വലിയ പ്രായമൊന്നുമില്ല, ഇഷ്ടംപോലെ സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇട്ടാണ്ടാ വന്നിരിക്കുന്നത്. കണ്ടിട്ട് ഏതോ വലിയ കോടീശ്വരിയാന്ന് തോന്നേ. അല്ല, അവർ വന്നേ എന്തിനാ? അവർക്ക് എന്തോ ഒരു ബിസിനസ് തുടങ്ങാനാന്ന്. ഇവിടെ ഒരു വാടകയ്ക്ക് വീട് കിട്ടുമെന്നൊക്കെ ചോദിച്ചാണ്ടാ വന്നിരിക്കുന്നത്. പക്ഷെ നിന്നെക്കുറിച്ചും ചോദിച്ചെന്ന് പറയാണ്. ഇവിടെയാണോ പ്രകാശൻ ജോലി ചെയ്തതിനെ കുറിച്ച്? എന്നെ കുറിച്ചോ? അതെ, നിന്നെക്കുറിച്ച് തന്നെ ചോദിച്ചത്. അപ്പൊ ആ പടം സംശയം പ്രകാശന്. എന്നെ കുറിച്ച് അന്വേഷിക്കാൻ പാകത്തിന് സ്ത്രീ ആരാ? അധികം പ്രായമൊന്നുമില്ല, അതേ ചെറുപ്പക്കാരിയാന്ന് പറയാണ്. ഇത് കേട്ടതും പ്രകാശൻ ഇങ്ങനെ ആലോചിക്കുക, തന്നെക്കുറിച്ച് അറിയാൻ മാത്രം ഇവിടെ ഏതായിരിക്കും സ്ത്രീ ഉള്ളത്? അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടു, പ്രകാശൻ പോകുന്ന വഴിക്കൊക്കെ ഒരു സ്ത്രീ പ്രകാശനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു, പ്രകാശന്റെ ഫോട്ടോയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇനിയിപ്പം നമ്മൾ കാണാൻ പോകുന്ന വിശേഷം ഇനിയിപ്പോൾ ആ സ്ത്രീ ആരാ എന്താന്നുള്ളതായിരിക്കും. ഇനിയിപ്പം കല്യാണിയുടെ ശത്രുവാണോ മിത്രമാണോ ഒന്നും അറിയാൻ പറ്റില്ല. ഇനിയിപ്പോൾ പുതിയൊരാൾ വരാൻ പോവാ. അങ്ങനെ നമ്മുടെ കഥ വീണ്ടും അങ്ങനെ നീട്ടിക്കൊണ്ട് പോകാൻ പോവാ. ഇനിയിപ്പം പ്രകാശനെ മര്യാദ പഠിപ്പിക്കാനാണോ അല്ലെങ്കിൽ കല്യാണിനെയൊക്കെ തകർക്കാനാണോ എന്ന് അറിയത്തില്ല വരവിന്റെ ഉദ്ദേശം. വിക്രം ജയിലിൽ നിന്ന് ഇറങ്ങുമെന്നൊന്നും അറിയത്തില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.